വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമ്മൾ മലയാളികളുടെ വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ബീഫ് അല്ലേ. ഈ ബീഫ് നമ്മൾ തനിയെ കഴിക്കാറുണ്ട്, അതിൻ്റെ കൂടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത്, അതായത് കായ അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ കൂർക്ക ഇതൊക്കെ ഇട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു അടിപൊളി ബീഫും കൂർക്കയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നല്ല എരിവൊക്കെയുള്ള എന്നാൽ ഒരുപാട് മസാലയൊന്നും ചേരാത്ത ഒരു അടിപൊളി ബീഫും കൂർക്കയും. ഈ ബീഫും കൂർക്കയും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ മസാല എല്ലാം കൂടി ഈ ബീഫിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബീഫിൽ നമ്മൾ മസാലയൊക്കെ നന്നായി തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കും. അതിനുശേഷം ചെറു തീയിൽ വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് പതിവ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് വേവുന്ന സമയവും വ്യത്യാസം വരും. ഇപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കൂർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കൂർക്കയിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക് 2ആയിട്ട് കീറിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂർക്കയിലേക്ക് ആവശ്യത്തിനുള്ള മസാലയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കൂർക്ക വേവുന്നതിന് ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഊറി വരുന്നതാണ്. ആ വെള്ളം കളയരുത്. അധികം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ 1 വിസിൽ വരെ ഈ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരികയും വേണം. ഇപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ചെറുതാക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് 6 ടീസ്പൂൺ മല്ലി തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സാധാരണ മുഴുവൻ മല്ലി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. ഈ മല്ലിയാണ് ഈ ബീഫും കൂർക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ മല്ലിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തരിമല്ലി ഇഷ്ടമില്ല എന്നുള്ളവർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ മുഴുവൻ മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്താലും മതി. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂർക്കയും അതിലുള്ള വെള്ളത്തോടു കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ സാധാരണ മുളക് പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും മാത്രം മതിയാവും. ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ നെയ്യുള്ള ബീഫാണ് എടുക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഈ ഉള്ള ഗ്രേവിയും കൂടി ഒന്ന് കുറുകി വരുന്നതായിരിക്കും.
അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടിപൊളി ബീഫും കൂർക്കയും ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് സമയം വെച്ചിരുന്നപ്പോഴേക്കും ഇതിനകത്തുണ്ടായിരുന്ന ചാറ് കൂടി ഒന്ന് വറ്റി കുറുകി കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് വെറുതെ സ്റ്റാർട്ടറായിട്ടും കഴിക്കാം, അതേപോലെ ചോറിൻ്റെയോ അല്ലെങ്കിൽ ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. എന്നാൽ ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ബീഫും കൂർക്കയും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോൺ വെജ് ലവേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതേപോലെ ബീഫിൻ്റെ കൂടെ കൂർക്ക ഇട്ട് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുള്ളൂ. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെജും നോൺ വെജും ആയിട്ടുള്ള റെസിപ്പീസ്, അതേപോലെ തന്നെ കേക്ക്, ഡെസേർട്ട്സ്, ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.